സർ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വലിയ ചൂടും ആവേശവുമായി കത്തി നിൽക്കുമ്പോൾ പക്ഷെ ബി ജെ പിക്ക് ഒരു തണുത്ത മയമാണല്ലോ. അവിടെ ബി ജെ പി ഇനി തെരഞ്ഞെടുപ്പിന് ഇല്ല എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അല്ല, ബി ജെ പിക്ക് അങ്ങനെ ഒരു താല്പര്യക്കുറവ് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. കാരണം ഏത് തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ പങ്കാളിയാകാതെ മാറി നിൽക്കുമ്പോൾ അവരുടെ സാന്നിധ്യമില്ലെന്നുണ്ടെങ്കിൽ അത് മറ്റ് ചില സംശയങ്ങൾക്ക് വകവയ്ക്കും. ഒന്ന് നമ്മൾ നോക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഭരണ നേട്ടങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവറിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2700 വോട്ടായിരുന്നു. BJP സ്ഥാനാർത്ഥി TK അശോക് കുമാർ ആയിരുന്നു അന്ന്. അദ്ദേഹത്തിന് നേടിയത് 8595 വോട്ടാണ് ലഭിച്ചത്. അതായത് 4.96%. ഇതുകൊണ്ടൊക്കെയാണ് അവർ മത്സരിക്കണ്ട എന്ന്. അങ്ങനെ മത്സരിക്കണ്ട എന്ന് തീർച്ചപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതായത് BJPക്ക് ഒരു താല്പര്യ കുറവ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ആ പ്രദേശത്തൊരു വിജയസാധ്യത ഇല്ല. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമോ? കാരണം മുസ്ലിം സമുദായം, ക്രൈസ്തവര്, പിന്നെ ഹിന്ദുക്കളുടെയും കുറച്ച് വോട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പൊതുവേ ഈ UDFിൻ്റെ ഒരു കുത്തകയായിട്ടുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയായിട്ടാണ് അത് CPM സ്വതന്ത്രനിലേക്ക് പോയതെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ നോക്കണം. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു പിന്മാറ്റം നടത്താൻ പാടില്ല. ഇനി അങ്ങനെ ഒരു പിന്മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിന് വേറെ ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അതായത് CPMനെ ഇവിടെ സഹായിക്കുന്നു BJP, CPM BJP അന്തർധാര ഉണ്ട് എന്നൊരു പിന്നാമ്പുറ വർത്തമാനമുണ്ട്. അതിനൊന്നുകൂടി ആക്കം കൂടും അത്തരത്തിലുള്ള വർത്തമാനത്തിന്. കാരണം കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടി BJPയും CPMും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണെന്ന് വിചാരിക്കും. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂരിലെ മത്സരം അഭിമാന പോരാട്ടമാണ്. അഭിമാന പോരാട്ടമെന്നല്ല, ഇത്രയും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും അഭിമാന പോരാട്ടം ഉണ്ടാകുന്ന ഒരു മണ്ഡലം വേറെ ഉണ്ടായിട്ടില്ല. തൃക്കാക്കരയിൽ ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്നിട്ട് പോലും അവിടെ പിണറായി വിജയൻ അത് വലിയ അഭിമാന പോരാട്ടമാക്കി മാറ്റി മന്ത്രിസഭ മുഴുവൻ അവിടെ കൊണ്ട് ഇട്ടു. എന്നിട്ട് ഏതോ ഒരു ആരും കേട്ടിട്ടില്ലാത്ത ഒരു പുങ്കവനെ കൊണ്ടുവന്ന ഒരു ഡോക്ടറെ പിടിച്ച് അവിടെ നിർത്തി. നമ്മുടെ ഡബിൾ എയർ റഹീമൊക്കെ അവിടെ മണ്ഡലയിൽ കിടന്ന് അഴിഞ്ഞാടുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് വിജയിച്ചു എന്നുള്ള മട്ടിലാണ്. അപ്പോൾ അത്തരത്തിൽ, കാരണം അവിടെ എല്ലാവർക്കും അറിയാം അത് PT തോമസ് എന്ന് പറയുന്നത് കോൺഗ്രസിലെ വേറിട്ട ഒരു വ്യക്തി ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു മൈലേജ് വേറൊന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി നിന്നു. അത് വൻ ഭൂരിപക്ഷത്തിലാണല്ലോ വിജയിച്ചതും. ഏതാണ്ട് 25,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. PT തോമസ് 14,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ സഹധർമ്മിണി 25,000-ലധികം വോട്ടിൻ്റെ. അതൊരു സഹതാപ തരംഗവും PTയെ കുറിച്ചുള്ള ബഹുമാനം കൂടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ BJP ഒരു പിന്മാറ്റം നടത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങൾ, കാരണം കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളത് BJPയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJP 2014 മുതൽ മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യം. അങ്ങനെ ഓരോ സംസ്ഥാനത്തും തീർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലേക്ക് പിന്നീട് BJP നോട്ടം വെച്ചപ്പോൾ ആദ്യം കേരളത്തിലെ കാര്യം പറഞ്ഞത് കോൺഗ്രസിനെ ഇവിടെ ഇല്ലാതാക്കും. കോൺഗ്രസിൻ്റെ ഒരു ചെറിയൊരു പച്ച തുരുത്താണ് കേരളം എന്ന് പറയുന്നത്. വല്ലതും എന്തെങ്കിലും, കാരണം 10 വർഷമായിട്ട് അധികാരമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഇനി അത് തുടരാൻ അടുത്ത 2026 മുതൽ പിന്നെയും അത് തുടർന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നറിയാം. UDF ശിഥിലമാകും, ഘടകകക്ഷികളൊക്കെ വേറെ വഴിക്ക് പോകും, കോൺഗ്രസ് തമ്മിൽ പിരിയും, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ BJPയിലേക്ക് പോകും. ഇതാണ് BJP ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന് BJP CPMനെ കൂട്ടുപിടിക്കുന്നു എന്നുള്ള ഒരു വർത്തമാനം ഉണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി CPM മുഖ്യമന്ത്രിയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി പൂരം കലക്കി എന്നുള്ള കാര്യമൊക്കെ ഏവർക്കും അറിയാവുന്നതാണ്.
അപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി ഇല്ലാതെ വരുമ്പോൾ ഈ വോട്ട് CPM-ലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിലർ കണക്ക് കൂട്ടുന്നു. അപ്പോൾ BJP അവിടെ CPM-നെ സഹായിച്ചു. CPM-ന് വിജയിച്ചേ പറ്റുകയുള്ളൂ നിലമ്പൂരില്. പക്ഷെ അൻവറിനും അതുപോലെ തന്നെ വിജയിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ജനം ആ കളി അറിഞ്ഞു കഴിഞ്ഞാൽ അത് BJP കേരള ഘടകത്തിന് ഏൽക്കുന്ന വലിയ ക്ഷീണമാണ്. കാരണം ഇനി ഇത് കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നെ അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്. BJP ഈ പ്രതിപക്ഷത്തിനെതിരെ ഒരു സമരം തന്നെ തുടങ്ങാൻ പോവുകയാണ് ഉടൻ തന്നെ. ആ സമരം 1 വർഷം നീണ്ടു നിൽക്കും. അതായത് ഒരു ദശകം കൊണ്ട് കേരളം വീണുപോയി എന്ന്. അതായത് 10 വർഷം കൊണ്ട് കേരളത്തെ വീഴ്ത്തി പിണറായി വിജയൻ. അതിനെതിരെയാണ് സമരം തുടങ്ങാൻ പോകുന്നത്. പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ്സുകാരന്മാർ നോക്കി നിൽക്കെയാണ് BJP സമരം ചെയ്യുന്നത്. അങ്ങനെ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ പോകുന്ന BJP നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കും. കാരണം രാജീവ് ചന്ദ്രശേഖർ അതിശക്തനായിട്ടാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ദൗത്യം ഞാൻ നടപ്പിലാക്കിയിട്ടേ തിരികെ പോവുകയുള്ളൂ എന്നും പറഞ്ഞു. അതുമല്ല, കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട് 2026 20 സീറ്റെങ്കിലും പിടിക്കുമെന്നുള്ളത്. ശരിയാണ്. നിലമ്പൂരിൽ നമുക്കറിയാം BJP വിജയിക്കില്ല, ഉറപ്പാണ്. BJP അവിടെ വലിയ ത്രികോണ മത്സരമൊന്നും നടക്കത്തില്ല. മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയുടെ കാര്യം നമുക്കറിയാം. പൊതുവെ ലീഗിനോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നു. അവിടെയായിട്ട് മാത്രം ഒരു CPM, പിന്നെ UDF-മായി കോൺഗ്രസുമായി ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് BJPക്ക് ഒരിക്കലും ഒരു മുന്നേറ്റം കുറിക്കാൻ സാധിക്കത്തില്ല. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കണം. ആദ്യം BJP പറഞ്ഞതാണ് മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കും എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു പേരിന് വേണ്ടി കൊണ്ട് നിർത്തി ഒരാളെ നിർത്തിയാലും അത് വലിയ ദോഷമുണ്ടാക്കും. ചേലക്കര തന്നെ നോക്കണം. ഈ കഴിഞ്ഞ 2024 ഉപതെരഞ്ഞെടുപ്പിലെ ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. അവർ സീറ്റ് നിലനിർത്തിയല്ലോ. അത് 12,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. 21-ൽ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാധാകൃഷ്ണൻ ജയിച്ച മണ്ഡലമാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് അത് പ്രതിഫലിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BJP കഴിഞ്ഞ തവണ 8,595 വോട്ടാണ് നേടിയത്. അതായത് 4.96%. അത് ഒരു 10 വോട്ടെങ്കിലും കൂട്ടാൻ കഴിഞ്ഞാൽ BJPയുടെ വിജയം തന്നെയാണ്. അപ്പോൾ BJP ഇവിടെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വലിയ BJPയെ കുറിച്ചൊരു ദുഷ്പ്രചരണത്തിലേക്ക് പോകും. CPM BJP അന്തർധാര എന്നും പറഞ്ഞ് പലരും രംഗത്തേക്ക് ഇറങ്ങും. രാജീവ് ചന്ദ്രശേഖറിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ തന്നെ CPM-ന് വഴങ്ങിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള വർത്തമാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് BJPക്ക് വലിയ ക്ഷീണമായിരിക്കും. വളരെ 20 മണ്ഡലത്തില്, നിയമസഭാ മണ്ഡലത്തിൽ നോട്ടമിട്ടിരിക്കുകയാണ് കേരളത്തില് 20. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം അവിടെ പ്രതിഫലിക്കും. അതുണ്ടാക്കാൻ പാടില്ല. അപ്പൊ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടണം.